മണിയുടെ സെന്റ് കുര്യാക്കോസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നിന്നും 92ാമത് മഞ്ഞനിക്കര തീർത്ഥയാത്രയ്ക്ക് ഭക്തി നിർഭരമായ തുടക്കം. ഏഴിന്മേൽ കുർബാനയ്ക്ക് ഐസക് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത കാർമ്മികത്വം വഹിച്ചു. വിവിധയിടങ്ങളിൽ നിന്നുമെത്തിയ കാൽനട തീർത്ഥാടകരെ ഉജ്ജ്വല വരവേൽപ്പോടെയാണ് പള്ളിയിലേക്ക് സ്വീകരിച്ചത്. 92ാമത് മഞ്ഞനിക്കര തീർത്ഥയാത്ര രണ്ടാം മഞ്ഞനിക്കര എന്നറിയപ്പെടുന്ന മണിയുടെ സെന്റ് കുര്യാക്കോസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നിന്നുമാണ് ആരംഭിച്ചത്. തുടർന്ന് ഏഴിന്മേൽ കുർബാനയ്ക്ക് ഐസക് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത കാർമ്മികത്വം വഹിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ കാൽനട തീർത്ഥാടകർക്ക് പള്ളിയിൽ വരവേൽപ്പും നൽകി. തുടർന്ന് പരിശുദ്ധ ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിട്ടുള്ള കബറങ്കൽ ഇടവക മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ ഈവാനിയോസ്, വികാരി ഫാദർ ജേക്കബ് കാട്ടുപാടത്ത്, ഇടവകയിലെ വൈദികരായ ഫാദർ ഏലിയാസ് കാപ്പുംകുഴി, ഫാദർ റെജി, ഫാദർ കുര്യാക്കോസ് കാട്ടുപാടത്ത് എന്നിവരുടെ കാർമ്മികത്വത്തിൽ ധൂപപ്രാർത്ഥന നടത്തി. അദ്ദേഹം നിർത്തിക്കുന്ന ആ ആളുകളിൽ ഇന്ന് രാവിലെ തന്നെ മാത്രമാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്നിവിടെ കടന്നു വന്നത്. ഇടവക മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ ഈവാനിയോസ് തീർത്ഥയാത്രാ അംഗമായ മാത്യു ഇടിച്ചാണ്ടി ആലപുരത്തിന് ഭദ്രദീപം നൽകിക്കൊണ്ട് ആശീർവദിച്ച തീർത്ഥയാത്രാ പതാക തീർത്ഥയാത്രാ സംഘം കോർഡിനേറ്റർ രാജു ഇല്ലിമൂട്ടിലിന് കൈമാറി. തുടർന്ന് ആനമുന്തി കുരിശിങ്കലേക്ക് പ്രദക്ഷിണവും ധൂപപ്രാർത്ഥനയും നടന്നു. ട്രസ്റ്റിമാരായ KC വർഗീസ് കല്ലടിയിൽ, CM ജേക്കബ് ചാമമലയിൽ, സെക്രട്ടറി ഏലിയ C മാത്യു ചന്ദനശ്ശേരിയിൽ എന്നിവർ നേതൃത്വം നൽകി. ആനമുന്തി ഗാന്ധി സ്ക്വയറിൽ എത്തിയ യാത്രയ്ക്ക് മണിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ്, വൈസ് പ്രസിഡന്റ് മോളി തോമസ്, സ്ഥിരം സമിതി അധ്യക്ഷാംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, പിറവം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.